അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കിയാലോ. കഴിച്ചാലും കഴിച്ചാലും മതി വരില്ല. വെറുതെ പറയുന്നില്ല കേട്ടോ, അത്രയും നല്ല ടേസ്റ്റാണ്. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് എടുക്കാം. നിങ്ങൾ ഇതൊരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണം തോന്നും, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 3/4 ഗ്ലാസ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 4 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നല്ല എരിവുള്ള മുളക് തന്നെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ചതക്കിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം എന്ന് വെച്ചാൽ കുറേശ്ശെ ഒഴിച്ച് മിക്സാക്കി കൊടുത്താൽ മതിയേ. അധികം ലൂസും അധികം ടൈറ്റും അല്ലാത്ത രൂപത്തിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. എല്ലാം ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് ലൂസായി പോകും. പിന്നെ കടലപ്പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കട്ടയൊക്കെ ഉടയുന്ന രൂപത്തിൽ തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കണേ. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടി തന്നെയാണ്. വളരെ ടേസ്റ്റുമാണ്. വന്നവർക്കൊക്കെ അത്രയും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ആവശ്യമായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ മാവിൽ നല്ലോണം ഇതുപോലെ മുക്കിയെടുക്കാം. മസാലയൊക്കെ ഇതിലാവുന്ന രൂപത്തിൽ തന്നെ മുക്കിയെടുക്കണേ. പിന്നെ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും നല്ല ഫ്ലെയിമിൽ തന്നെ ഇടണേ. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടാലേ നല്ല മൊരിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ എണ്ണയും കുടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല ഫ്ലെയിമിൽ തന്നെ വെന്ത് കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ക്രിസ്പിയും അതൊക്കെ നമുക്ക് കിട്ടാൻ. പിന്നെ നമുക്കിതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഈ കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു ബ്രൗൺ കളറ് നമുക്ക് ഏകദേശം മനസ്സിലാവും. ഈ രൂപത്തിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. അങ്ങനെ എല്ലാ ബ്രെഡും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ലേ. ഇതുപോലെ നല്ല പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.